ഹായ്, ഏവർക്കും ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 16ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ പ്രോബബിലിറ്റി. റെഡിയല്ലേ? തുടങ്ങാം. സോ NCERT ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്താണ്? പ്രോബബിലിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ ബേസ് ഒക്കെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ വളരെ സന്തോഷത്തോടു കൂടി പഠിച്ച ഒരു ചാപ്റ്റർ ആയിരിക്കും പ്രോബബിലിറ്റി. അതിൽ നിന്ന് ഒരുപാടൊന്നും പുതുതായിട്ട് നമുക്ക് പഠിക്കാനില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ച ബേസ്മെന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. എങ്കിലും തുടക്കം എന്ന രീതിയിൽ കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, സോ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്. വാട്ട് ഈസ് എ റാൻഡം എക്സ്പെരിമെന്റ്? പറയൂ. ആൻ എക്സ്പെരിമെന്റ് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ യൂണിഫോം കണ്ടീഷൻസ് ബട്ട് കനോട്ട് പ്രെഡിക്റ്റ് ദ നെക്സ്റ്റ് റിസൾട്ട് ഈസ് കോൾഡ് എ റാൻഡം എക്സ്പെരിമെന്റ്. എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്? ഒരു എക്സ്പെരിമെന്റ് എത്ര പ്രാവശ്യം വേണോ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ തൊട്ടടുത്ത റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സച്ച് എക്സ്പെരിമെന്റ്സ് ആർ കോൾഡ് റാൻഡം എക്സ്പെരിമെന്റ്. എക്സാമ്പിൾ നിങ്ങൾ പറയും ധാരാളം. ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, 2 കോയിൻ ടോസ് ചെയ്യുന്നു, 3 കോയിൻസ് ആർ ടോസ്ഡ്. ഇതൊക്കെ എന്ത് എക്സാമ്പിൾ ആണ്? റാൻഡം എക്സ്പെരിമെന്റിന്റെ എക്സാമ്പിൾ ആണ്. അല്ലെ, എത്ര പ്രാവശ്യം വേണോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അഗെയിൻ ത്രോയിങ് എ ഡൈ അറിയാമല്ലോ അല്ലേ? ഏണിയും പാമ്പും കോണി അല്ലെ, ഏണിയും എന്ന് പറയും, കോണി എന്ന് പറയും. കോണിയും പാമ്പും കളിക്കുമ്പോൾ നമ്മൾ എറിയുന്ന ഡൈ അല്ലേ, കട്ട അല്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. അതിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. ഞാൻ എറിഞ്ഞു, 1ാമത്തെ ഫേസ് വീഴാം, 2ാമത്തെ വീഴാം, 3ാമത്തെ വീഴാം, 4ാമത്തെ വീഴാം, 5ാമത്തെ വീഴാം, 6ാമത്തെ വീഴാം. ഏതും വീഴാം. ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നെവർ. സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റാൻഡം എക്സ്പെരിമെന്റ്. ത്രോയിങ് 2 ഡൈസ്, ഒരേ സമയം 2 ഡൈ ത്രോ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ എന്തൊരു എക്സാമ്പിൾ ആണ്? റാൻഡം എക്സ്പെരിമെന്റ്. എ പാക്ക് ഓഫ് കാർഡ് എടുക്കുക, 52 കാർഡ്സ് ഉണ്ട്. ഷഫിൾ ചെയ്ത് ഞാനൊരു കാർഡ് എടുക്കുന്നു. ആ കാർഡ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റാൻഡം എക്സ്പെരിമെന്റ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? റാൻഡം എക്സ്പെരിമെന്റ്. ഓരോ എക്സ്പെരിമെന്റ് നടക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഒരു റിസൾട്ട് കിട്ടും. ദ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ആൻ ഔട്ട്കം. എന്താണ്? ദ റിസൾട്ട് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ആൻ ഔട്ട്കം. ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ കിട്ടും. The set of all possible outcomes of a random experiment is called a sample space. Very important. എന്താണ് sample space? The set of all possible outcomes of a random experiment is called a sample space. ഒരു റാൻഡം എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന എല്ലാ പോസിബിൾ ഔട്ട്കം റിസൾട്ടുകളും കൂടെ എഴുതുമ്പോൾ കിട്ടുന്ന സെറ്റിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റിനെയും നമ്മൾ എന്ത് പറയും? സാമ്പിൾ പോയിന്റ് എന്ന് പറയും. ഓക്കെ, അത് വെറുതെ പറഞ്ഞു എന്ന് മാത്രം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് വെൻ ടോസിങ് എ കോയിൻ. വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? ഒരു കോയിൻ ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസിനെ S എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യുന്നു. എന്തൊക്കെ സാധ്യതകളുണ്ട്? ഒന്നുകിൽ എന്ത് കിട്ടാം? ഹെഡ്. അല്ലെങ്കിൽ എന്ത് കിട്ടാം? ടെയിൽ. ഒന്നുകിൽ ഹെഡ് ഓർ ടെയിൽ. വേറൊരു പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. കഴിഞ്ഞു. സോ വിച്ച് ഈസ് ദ സാമ്പിൾ സ്പേസ് വെൻ ടോസിങ് എ കോയിൻ. നെക്സ്റ്റ്, വെൻ ടോസിങ് എ കോയിൻ 2 ടൈംസ്, വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? ഒരു കോയിൻ ഞാൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. എങ്കിൽ സാധ്യതകൾ എന്തൊക്കെ? ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ ഒരു കോയിൻ എടുത്തു, ആദ്യം ടോസ് ചെയ്ത് എന്ത് കിട്ടി? ഹെഡ്. വീണ്ടും ടോസ് ചെയ്യുന്നു, അപ്പോഴും എനിക്ക് എന്തിനെ കിട്ടി? ഹെഡ്. ഇതാണ് ഒരു സാധ്യത. എ കോയിൻ ഈസ് ടോസ്ഡ് 2 ടൈംസ്. അഗൈൻ വേറൊരു പോസിബിലിറ്റി, ഞാൻ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഹെഡ്. വീണ്ടും ടോസ് ചെയ്യണം, 2 പ്രാവശ്യം ചെയ്യണം. രണ്ടാമത് എനിക്ക് എന്ത് കിട്ടി? ടെയിൽ. ഒരു സാധ്യതയല്ലേ? അനദർ പോസിബിലിറ്റി, ഞാൻ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ കിട്ടി. വീണ്ടും കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. ഇതൊരു വേറൊരു പോസിബിലിറ്റി അല്ലേ? അനദർ വൺ, കോയിൻ ടോസ് ചെയ്തു, ടെയിൽ കിട്ടി. വീണ്ടും ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ കിട്ടി. വേറൊരു പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് ദ സാമ്പിൾ സ്പേസ് വെൻ ടോസിങ് എ കോയിൻ 2 ടൈംസ്. ശരിയല്ലേ? വൺ മോർ തിങ്, വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ സാധ്യതകൾ വളരെ പെട്ടെന്ന് പറയാം. 3 ഹെഡ് വരാം. ശരിയല്ലേ? പെട്ടെന്ന് പറഞ്ഞൂടെ? നെക്സ്റ്റ്, 2 ഹെഡ് വെച്ചുള്ളത്, ഹെഡ് ടെയില്. സാധ്യത 1. വേറൊരു സാധ്യത, ഹെഡ് ടെയില് ഹെഡ്.
വേറൊരു സാധ്യത, ആദ്യം ടെയിൽ എഴുതുക, ഹെഡ് ഹെഡ്. ഞാൻ എഴുതിയത് മനസ്സിലായോ? ആദ്യം 3 ഹെഡ്, ദെൻ 2 ഹെഡ് വെച്ചുള്ള ആ റൊട്ടേഷൻ എഴുതി. നെക്സ്റ്റ് 1 ഹെഡ് വെച്ചുള്ളത്, ഹെഡ് ടെയില് ടെയില്, ദെൻ ടെയില് ഹെഡ് ടെയില്, ദെൻ ടെയിൽ ടെയിൽ ഹെഡ്. അവിടെ എന്താണ്? 1 ഹെഡ് വെച്ചുള്ളത്. ഫൈനലി എന്താണ്? നോ ഹെഡ്, ഹെഡ് ഒന്നും ഇല്ലാത്തത്, ടെയില് ടെയില് ടെയില്. ഞാൻ ടോസ് ചെയ്യുന്ന 3 എണ്ണവും അല്ലേ, 3 പ്രാവശ്യം എനിക്ക് എന്ത് കിട്ടും? ടെയിൽ കിട്ടും. സോ ദീസ് ആർ ദ പോസിബിലിറ്റീസ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഒരു കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ത് കിട്ടി? 2. A coin is tossed 2 times. What is the number of elements in the sample space? എന്ത് കിട്ടി? 4. That is 2 square എന്ന് കിട്ടി. Next, when a coin is tossed 3 times, what is the samples number of elements in the sample space? എന്ത് കിട്ടി? എണ്ണി നോക്കുക. 8. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്യൂബ്. ഒരു ചെറിയ മണം അടിച്ചു തുടങ്ങി അല്ലേ? ഒരു ജനറലൈസേഷനിലേക്ക് പോവുകയാണ്. ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ 2, 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ 2 സ്ക്വയർ അല്ലേ? എ കോയിൻ ഈസ് ടോസ്ഡ് 3 times, then 2 ക്യൂബ്. A coin is tossed 5 times, then what is the total number of elements in the sample space? Higher secondary question. ഒരു കോയിൻ 5 പ്രാവശ്യം ടോസ് ചെയ്താൽ ആ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? നിങ്ങൾ പറയും 2 റൈസ് ടു എന്താണ്? 5, 32 ആയിരിക്കും. ശരിയല്ലേ? 3 എണ്ണം വന്നപ്പോൾ 2 ക്യൂബ്, 4 വന്നാൽ 2 റൈസ് ടു 4, 5 വന്നാൽ 2 റൈസ് ടു 5. അങ്ങനെയാണെങ്കിൽ എ കോയിൻ ഈസ് ടോസ്ഡ് n times, then ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? 2 റൈസ് ടു n. ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്താൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് 2 റൈസ് ടു 10. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, കൺസിഡർ അനദർ റാൻഡം എക്സ്പെരിമെന്റ് വെൻ ത്രോയിങ് എ ഡൈ. ഡൈ നിങ്ങൾക്കറിയാം അല്ലേ? ഡൈക്ക് 6 ഫേസസ് ഉണ്ട്. അതിൽ ഒരു ഫേസിൽ 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇടാം. അതിനെ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് 2 ഡോട്ട് വന്നാൽ 2, 3 വന്നാൽ 3, 4 ഡോട്ട് വന്നാൽ 4. അപ്പൊ എന്താണ്? 6 പോസിബിലിറ്റി ഉണ്ട്. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. സോ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ് വെൻ ത്രോയിങ് എ ഡൈ? 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. There are 6 possibilities. അതിനപ്പുറം ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. So when throwing a die, what is the sample space? S equal to this one. One more thing, when throwing 2 dice, what is the sample space? ഒരു ഡൈ എടുത്തു, വേറെ ഡൈ എടുത്തു, രണ്ടും ഒരേ സമയം ഇട്ടു ഞാൻ. Throwing 2 dice. ഒന്നാമത്തെ ഡൈയിൽ എന്ത് വരാം? 1 വരാം. രണ്ടാമത്തേൽ എന്ത് വരാം? 1 വരാം. ഒരു സാധ്യത. വേറൊരു സാധ്യത, ആദ്യത്തെ ഡൈ എറിഞ്ഞപ്പോൾ 1, രണ്ടാമത്തെ 2 വന്നു. വേറൊരു സാധ്യത, ആദ്യം 1, അടുത്തെന്ത് വരാം? 3 വരാം, എക്സെട്രാ. പിന്നെ എന്ത് വരാം? ആദ്യം 1 വരാം, അടുത്തെന്ത് വരാം? 6 വരാം. സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആദ്യം 2 വരാം, ദെൻ 1 വരാം, ദെൻ 2 വരാം, എക്സെട്രാ. എന്ത് വരാം? 2, 6. ദെൻ അടുത്തെന്ത് വരാം? 3, 1, 3, 2, 3, 3, എക്സെട്രാ, 3, 6, എക്സെട്രാ. 4, 1, 4, 2, 5, 1, 5, 2, എക്സെട്രാ. ലാസ്റ്റ് എന്ത് വരും? 6, 1, 6, 2, എക്സെട്രാ. എന്താണ്? 6, 6. ദീസ് ആർ ദ പോസിബിലിറ്റീസ്. ഒരു സെറ്റിന്റെ നൊട്ടേഷനകത്താക്കിയാൽ ഈ കിട്ടിയതാണ് എന്ത്? സാമ്പിൾ സ്പേസ് വെൻ ത്രോയിങ് 2 ഡൈസ്. 2 ഡൈസ് എറിയുമ്പോൾ സാമ്പിൾ സ്പേസ് എന്താണ്? 1, 1, 1, 2, 1, 3, എക്സെട്രാ, 1, 6. സിമിലർലി അപ് ടു 6, 1, 6, 2, എക്സെട്രാ, 6, 6. എത്ര എലമെന്റ്സ് ഉണ്ട്? ഫസ്റ്റ് റോയിൽ 6, ഇതേപോലെ താഴോട്ട് 6 ഇല്ലേ? സോ n ഓഫ് s ഈക്വൽ ടു എന്താണ്? 6 സ്ക്വയർ ഈക്വൽ ടു 36 ഉണ്ട്. ആദ്യത്തേൽ എന്തായിരുന്നു? n ഓഫ് s ഈക്വൽ ടു 6 റൈസ് ടു 1, ദാറ്റ് ഈസ് 6. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ 6 എലമെന്റ്സ്. 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ 6 സ്ക്വയർ 36. വെൻ n ഡൈസ് ആർ ത്രോൺ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? 6 റൈസ് ടു n. 3 ഡൈ ത്രോ ചെയ്താൽ സാമ്പിൾ സ്പേസിൽ എലമെന്റ്സിന്റെ എണ്ണം 6 ക്യൂബ്. ഇതുവരെ നമ്മൾ ചില സ്റ്റാൻഡേർഡ് റാൻഡം എക്സ്പെരിമെന്റുകൾ ഡിസ്കസ് ചെയ്തു. ഇനി 1-2 ക്വസ്റ്റ്യൻസ് റാൻഡം എക്സ്പെരിമെന്റ് പറയും, നിങ്ങൾ എന്ത് എഴുതണം? സാമ്പിൾ സ്പേസ്. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ കോയിൻ ഈസ് ടോസ്ഡ് ആൻഡ് ദെൻ എ ഡൈ ഈസ് ത്രോൺ, ദെൻ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? ക്വസ്റ്റ്യൻ പിടിയിട്ടായിരുന്നു. എ കോയിൻ ഈസ് ടോസ്ഡ് ആൻഡ് ദെൻ എ ഡൈ ഈസ് ത്രോൺ. ആദ്യം കോയിൻ ടോസ് ചെയ്യുന്നു, ദെൻ ഡൈ എറിയുന്നു. വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? പറഞ്ഞോളൂ, നിങ്ങൾക്കറിയാം. എസ് ഈക്വൽ ടു എ കോയിൻ ഈസ് ടോസ്ഡ്. സാധ്യത ഹെഡ് കിട്ടാം, കിട്ടി. ഉടൻ തന്നെ എന്തറിയണം? ഡൈ എറിയണം. ഡൈ എറിയുമ്പോൾ എന്ത് വരാം? 1 വരാം. വേറൊരു സാധ്യത, കോയിൻ ടോസ് ചെയ്തു, ഹെഡ് കിട്ടി, വീണ്ടും ഡൈ എറിയണം, അപ്പോൾ 2 കിട്ടാം. വീണ്ടും കോയിൻ ടോസ് ചെയ്തു, ഹെഡ് കിട്ടി, അടുത്ത ഡൈ എറിയുമ്പോൾ 3 കിട്ടാം. കോയിൻ ടോസ് ചെയ്തു, ഹെഡ് കിട്ടി, അടുത്ത ഡൈ എറിയുമ്പോൾ 4. സിമിലർലി ഹെഡ് 5, ഹെഡ് 6. ഇത്രയും വരത്തില്ലേ? തീർന്നില്ല. കോയിൻ ടോസ് ചെയ്തു, ഹെഡ് വീഴുന്നാൽ ഡൈ എറിയുമ്പോൾ സാധ്യതകൾ എഴുതി. അടുത്ത് ടെയിൽ വീഴുന്നാൽ, കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ. എങ്കിൽ ഉടൻ വീണ്ടും എന്ത് അറിയണം? ഡൈ എറിയണം. അപ്പോൾ എന്ത് കിട്ടാം? 1 കിട്ടാം.
അല്ലെ? ഹെഡ് കിട്ടിയാലും ടെയിൽ കിട്ടിയാലും അടുത്ത ഡൈ എറിയണം. ഹെഡ് കിട്ടിയാൽ ഡൈ എറിയുമ്പോഴുള്ള പോസിബിലിറ്റീസ് എഴുതി. നെക്സ്റ്റ് ടെയിൽ കിട്ടിയാൽ ഡൈ എറിയുമ്പോഴുള്ള പോസിബിലിറ്റീസ് T1, then T2, then എന്തായിരിക്കും T3, then T4, then T5, ഫൈനലി എന്താണ് T6. ഇത്രയും പോസിബിലിറ്റീസ് അല്ലേ? വളരെ സിമ്പിൾ ആണ്. അനദർ എക്സാമ്പിൾ, എ കോയിൻ ഈസ് ടോസ്ഡ് ആൻഡ് ദെൻ എ ഡൈ ഈസ് റോൾഡ് only if the coin shows head. What is the sample space? ക്വസ്റ്റ്യൻ പിടികിട്ടിയായിരുന്നോ? ഒരു കോയിൻ ടോസ് ചെയ്തു, ഹെഡ് കിട്ടിയാൽ ഡൈ എറിയണം, അല്ലെങ്കിൽ എറിയണ്ട. Then what is the sample space? ഞാൻ എന്ത് ചെയ്യുന്നു? കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. ഹെഡ് കിട്ടിയാൽ ഉടൻ എന്തറിയണം? ഡൈ എറിയണം. ഡൈ എറിയുമ്പോൾ എന്ത് കിട്ടാം? 1 കിട്ടാം. വേറൊരു സാധ്യത, കോയിൻ ടോസ് ചെയ്ത് ഹെഡ് കിട്ടി, വീണ്ടും ഡൈ എറിഞ്ഞു, 2 വരാം. ഹെഡ് കിട്ടിയാൽ ഡൈ എറിഞ്ഞുകൊണ്ടേയിരിക്കണം, 4. ഹെഡ് 5. ഹെഡ് കിട്ടിയാൽ ഡൈ എറിയുമ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും ഞാൻ എന്ത് ചെയ്തു? കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ. പരിപാടി കഴിഞ്ഞു. ഡൈ എറിയണോ? വേണ്ട. ഹെഡ് കിട്ടിയാൽ മാത്രം ഡൈ എറിഞ്ഞാൽ മതി. അപ്പൊ ഹെഡ് കിട്ടിയാൽ ഡൈ എറിയുമ്പോൾ ഡിഫറെന്റ് പോസിബിലിറ്റി എഴുതുക. ടെയിൽ കിട്ടിയാൽ the process is over, കഴിഞ്ഞു. So which is the sample space? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു, ശരിയല്ലേ? One more problem, higher secondary question. A coin is tossed continuously until a head comes up. ഒരു കോയിൻ കണ്ടിന്യൂസ് ആയിട്ട് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എപ്പോൾ വരെ? ഒരു ഹെഡ് കിട്ടുന്നത് വരെ. എ കോയിൻ ഈസ് ടോസ്ഡ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ്. വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? പറയൂ നിങ്ങൾ. 1 വേർഡ് ക്വസ്റ്റ്യൻ. കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. പരിപാടി കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്യണ്ട. എ കോയിൻ ഈസ് ടോസ്ഡ് അണ്ടിൽ എ ഹെഡ് കംസ് അപ്പ്. ഹെഡ് കിട്ടുന്നവരെ എറിഞ്ഞുകൊണ്ടേയിരിക്കുക. ആദ്യത്തെ എറിയിൽ തന്നെ ഹെഡ് കിട്ടി, ആദ്യത്തെ എറിയിൽ തന്നെ മാങ്ങ വീണു, പരിപാടി കഴിഞ്ഞില്ലേ? മാങ്ങയും കൊണ്ട് വീട്ടിൽ പോയി. നെക്സ്റ്റ് വീണ്ടും വേറൊരു പോസിബിലിറ്റി. ആദ്യത്തെ എറിയിൽ മാങ്ങ വീണില്ല, വീണ്ടും നമ്മൾ മാങ്ങ എറിയത്തില്ലേ? അത് തന്നെയാണ്. ആദ്യം കോയിൻ ടോസ് ചെയ്തു, എനിക്ക് എന്ത് കിട്ടി? ടെയിൽ കിട്ടി. പരിപാടി നിർത്തരുത്, വീണ്ടും എറിയുക, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഹെഡ് കിട്ടി. പ്രോസസ് ഈസ് ഓവർ. നെക്സ്റ്റ് ഇത് സാധ്യതകൾ, ഇതേപോലെ എത്രയൊക്കെ സാധ്യതകളുണ്ട് അതെല്ലാം എഴുതണം. വീണ്ടും ഞാൻ കോയിൻ ടോസ് ചെയ്തു, വേറൊരു പോസിബിലിറ്റി, ടെയിൽ കിട്ടി. വീണ്ടും കോയിൻ ടോസ് ചെയ്തു, അപ്പോഴും ടെയിൽ കിട്ടി, അപ്പോഴും മാങ്ങ വീണില്ല. വീണ്ടും ടോസ് ചെയ്തു, അപ്പോൾ ഹെഡ് കിട്ടി. പ്രോസസ് ഈസ് ഓവർ. നെക്സ്റ്റ് വീണ്ടും ടെയിൽ കിട്ടി, ഹെഡ് കിട്ടി, പരിപാടി കഴിഞ്ഞു, എക്സെട്ര. ഇത് തീരത്തില്ല. അപ്പോൾ ഇത് സാമ്പിൾ സ്പേസിൽ എന്തുണ്ട്? ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്, ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ സാമ്പിൾ സ്പേസിനുള്ള എക്സാമ്പിൾസ് ആണ്. ഒത്തിരി പ്രോബ്ലംസ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു കാണും, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു, അതിന് ചില എക്സാമ്പിൾസ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ് ഇവന്റ് എന്ന് പറഞ്ഞാൽ? പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ആൻ ഇവന്റ്? Subset of a sample space is called an event. ഒരു സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, when throwing a die, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ സാമ്പിൾ സ്പേസ്? നിങ്ങൾക്കറിയാം, 1 2 3 4 5 6. ഞാൻ ചില ഇവന്റുകൾ ഡിഫൈൻ ചെയ്യുന്നു. സപ്പോസ് എ എന്ന് പറഞ്ഞാൽ ഇവന്റ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ വെൻ ത്രോയിങ് എ ഡൈ. എന്താണ്? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഇവന്റ്. ഈ ഇവന്റ് എന്തായിരിക്കും? ആ ഇവന്റ് സാമ്പിൾ സ്പേസിൽ എലമെന്റ്സ് ആയിരിക്കണം. ഗെറ്റിംഗ് എ പ്രൈം നമ്പർ വെൻ ത്രോയിങ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ? 1 2 3 4 5 6 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ്. മനസ്സിലുണ്ടായിരിക്കണം. സോ 2 ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ, 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഇതൊക്കെ അറിയണം. സോ 2, then 3, then പിന്നെ എന്താണ്? 5. വേറെ ഏതെങ്കിലും പ്രൈം നമ്പർ ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അനദർ ഇവന്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ബി, a natural number less than or equal to 6. When throwing a die, we have to find a natural number less than or equal to 6. ഏതൊക്കെ വരും? എല്ലാം വരത്തില്ലേ? 1 2 3 4 5 6. ശരിയല്ലേ? നെക്സ്റ്റ് സി, another event getting a natural number less than 1. അല്ലെങ്കിൽ വേണ്ട, getting a natural number greater than 7. എന്താണ്? ഞാനൊരു പുതിയ ഇവന്റ് ഡിഫൈൻ ചെയ്തു. ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 7 വെൻ ത്രോയിങ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ 7-നേക്കാളും വലിയ നാച്ചുറൽ നമ്പർ ഏതൊക്കെ? ഇതിനകത്ത് 7-നേക്കാളും വലിയ നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? നൾ സെറ്റ് എന്ന് പറയും. ഇഷ്ടംപോലെ എക്സാമ്പിൾ പറയാം. അടുത്ത ഡി ഈക്വൽ ടു എന്താണ്? എ മൾട്ടിപ്പിൾ ഓഫ് 3.
വെൻ ത്രോയിങ് എ ഡൈ, അതൊരു ഇവന്റ് ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 ആരൊക്കെ വരും? 3 6. ഇങ്ങനെ ഇഷ്ടം പോലെ ഇവന്റുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇത് ഞാൻ ഒരു ഡൈ ത്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇവന്റുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ്? 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നോ ഹെഡ്, ഹെഡ് ഒന്നും ഇല്ലാത്ത എത്ര എണ്ണം അല്ലെ? അങ്ങനത്തെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഇവന്റുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാം. ഇനി ഇവന്റ്സിൽ തന്നെ 1-2 ചെറിയ ഡെഫിനിഷൻ. ആൻ ഇവന്റ് which has no element is called an impossible event. ഒരു ഇവന്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ അതിനെ എന്ത് പറയും? ഇംപോസിബിൾ ഇവന്റ്. എക്സാമ്പിൾ എന്താണ്? ഇതാ പറഞ്ഞിരിക്കുന്നു. ഈ സാമ്പിൾ സ്പേസ് അല്ലെ, ഈ എക്സ്പെരിമെന്റിൽ എന്താണ് ഞാൻ ഡിഫൈൻ ചെയ്ത ഇവന്റ്? ഗെറ്റിംഗ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുന്ന എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഇംപോസിബിൾ ഇവന്റിന് എക്സാമ്പിൾ. അപ്പോൾ എന്താണ്? ആൻ ഇവന്റ് വിച്ച് ഹാസ് നോ എലമെന്റ് ഈസ് കോൾഡ് ഇംപോസിബിൾ ഇവന്റ്. ദെൻ അനദർ വൺ, an event which contains all the elements of sample space is called a sure event. ഒരു ഇവന്റിനകത്ത് സാമ്പിൾ സ്പേസിലെ എല്ലാ എലമെന്റ്സും ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? ഷുവർ ഇവന്റ്. ആ ബോർഡിലുണ്ട്. എന്താണ് രണ്ടാമത്തെ എക്സാമ്പിൾ? ഇത് എന്തൊരു എക്സാമ്പിൾ ആണ്? ഷുവർ ഇവന്റിന് എക്സാമ്പിൾ. കാരണം ആ ഇവന്റ് ഡിഫൈൻ ചെയ്തപ്പോൾ സാമ്പിൾ സ്പേസിലെ എല്ലാ എലമെന്റും വന്നു. കഴിഞ്ഞില്ലേ? ഇനി ഒരു ഇവന്റിനകത്ത് ഒരൊറ്റ എലമെന്റ് മാത്രമുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ ഇവന്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാമോ? വെൻ ത്രോയിങ് എ ഡൈ ഗെറ്റിംഗ് ആൻ ഈവൻ പ്രൈം നമ്പർ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 മാത്രമേ വരത്തുള്ളൂ, ഒറ്റ എലമെന്റ്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഇവന്റ്. ഒന്നിൽ കൂടുതൽ ഇവന്റ് ഉണ്ടെങ്കിൽ എന്ത് പറയും? കോമ്പൗണ്ട് ഇവന്റ്. ഇതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല, ജസ്റ്റ് പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ്. ഈ ഇവന്റ്സിന്റെ ഓൾജിബ്ര എന്താണ്? ലെറ്റ് എ ആൻഡ് ബി ആർ 2 events. Then event A or B is denoted as A union B. A or B എന്ന് പറഞ്ഞാൽ എന്താണ്? A union B. ഫസ്റ്റ് ചാപ്റ്റർ, സെറ്റ് എന്ന ചാപ്റ്റർ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇവന്റ് എന്നൊരു ടേം വരുന്നു, അത്രമാത്രം അല്ലെ. അവിടെ സെറ്റ് എ ഓർ സെറ്റ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു. ഇവിടെ സെറ്റിന് പകരം ഇവന്റ് എന്ന് പറയുന്നു. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെറ്റ് തന്നെയാണ്. കഴിഞ്ഞില്ലേ? സോ ഇവന്റ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി. ദ ഇവന്റ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എയിലില്ല, കോംപ്ലിമെന്റ് ഓഫ് എ, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എ കോംപ്ലിമെന്റ്. ഇവന്റ് എ ബട്ട് നോട്ട് ബി, എയിലുണ്ട് ബിയിലില്ല, എയിലുണ്ട് ബിയിലില്ല, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഓർ എ മൈനസ് ബി എന്നും പറയാറുണ്ട്. എ ആൻഡ് നോട്ട് ബി, അതാണിത്. നെക്സ്റ്റ് നോട്ട് എ ഓർ നോട്ട് ബി, എയിലില്ല അപ്പൊ എ കോംപ്ലിമെന്റ്, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കോംപ്ലിമെന്റ്. വളരെ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നെയ്തർ എ നോർ ബി, എയിലുമില്ല ബിയിലുമില്ല, എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്, അങ്ങനെ വേണം എഴുതാൻ. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതിന് വേറൊരു ഭാഷയിൽ എന്ത് പറയാം? നോട്ട് എ ആൻഡ് നോട്ട് ബി എന്നും പറയാം. പല പ്രോബ്ലത്തിലും നെയ്തർ എ നോർ ബി എന്നാണ് പറയുന്നത്. നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നോട്ട് എ ആൻഡ് നോട്ട് ബി. ഓക്കെ, നെക്സ്റ്റ് 2 more definitions. First one, mutually exclusive events. 2 events A and B are said to be mutually exclusive if A intersection B equal to null set. എന്താണ് ഡെഫിനിഷൻ? 2 events A and B are said to be mutually exclusive if A intersection B equal to null set. സെറ്റ് എന്ന ചാപ്റ്ററിൽ ഇതിന് സമാനമായ ഒരു റിസൾട്ട് പഠിച്ചു. എന്തായിരുന്നു? ഇവിടെ ഇവന്റ് പറഞ്ഞു 2 set A and B satisfying this condition, then the sets are called disjoint sets. ഓർമ്മയുണ്ടോ? എയും ബിയും 2 സെറ്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ എന്ത് പറയും? ഡിസ്ജോയിന്റ് സെറ്റ്. അത് സെറ്റിന്. ഇവിടെ ഇവന്റ് ആകുമ്പോൾ ആ ടേം ഒന്ന് മാറുന്നു. സെയിം കണ്ടീഷൻ. 2 events A and B are said to be mutually exclusive if A intersection B equal to null set. Simple അല്ലേ? One more definition. 2 events A and B are said to be exhaustive events if A union B equal to S sample space. 2 ഇവന്റിന്റെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടിയാൽ the events are said to be exhaustive. 3 ഇവന്റ് ആണെങ്കിൽ എന്ത് വരും? A യൂണിയൻ B യൂണിയൻ C ഈക്വൽ ടു എന്ത് കിട്ടണം? S. എങ്കിൽ ഇവന്റ്സ് എന്ത് പറയും? exhaustive. Similarly for mutually exclusive also, 3 events mutually exclusive ആണെങ്കിൽ what is the condition? A intersection B intersection C equal to null set ആണെങ്കിൽ 3 ഇവന്റ് mutually exclusive എന്ന് പറയും. 3 ഇവന്റ് exhaustive ആവണമെങ്കിൽ A യൂണിയൻ B യൂണിയൻ C equal to എന്തായാൽ മതി? S. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്
ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടെത്താം? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫോർമുലകളൊക്കെ തന്നെയാണ്, പുതുതായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, സോ ഇഫ് എ ഈസ് എനി ഇവന്റ് ദെൻ probability of an event A is denoted by P of A. P of A എന്ന് പറഞ്ഞാൽ എന്താണ്? Probability of the event A and is defined as simple formula n of A, number of elements in the event A divided by number of elements in the sample space S. എന്താണ്? പി ഓഫ് എ കാണുന്ന ഫോർമുല എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. എ എന്ന് പറഞ്ഞാൽ ഏത് ഇവന്റിന്റെ ആണോ പ്രോബബിലിറ്റി കാണേണ്ടത് ആ ഇവന്റിലെ എലമെന്റ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം. സോ പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ വേറൊരു ഭാഷയിൽ പഠിച്ചു കാണും. നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്നൊക്കെ പഠിച്ചു കാണും. എല്ലാം ഒന്ന് തന്നെയാണ്. സോ പി ഓഫ് എ ഇപ്പൊ തന്നെ പഠിക്കുക. ഉറപ്പായിട്ട് ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കും. പി ഓഫ് എ ഈക്വൽ ടു എന്താണ്? എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. ഇനി ഇതിന്റെ ചില പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഒരിക്കലും എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല. കാരണം നമ്പർ ബൈ നമ്പർ ഒരിക്കലും എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1 ആകത്തില്ല. കാരണം സാമ്പിൾ സ്പേസ് ആണ് ഏറ്റവും വലിയ സെറ്റ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിരിക്കും ഇവന്റ്. മേളത്ത് എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ ഇതിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിനേക്കാളും ചെറുതേ കിട്ടത്തുള്ളൂ. വെറുതെ പറഞ്ഞു വന്ന മാത്രം, പേടിക്കണ്ട. സോ എന്താണ് പ്രോപ്പർട്ടി? പ്രോബബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നെക്സ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? പി ഓഫ് എ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. അപ്പൊ പി ഓഫ് എസ് എന്ത് വരും? എൻ ഓഫ് എസ് ബൈ എൻ ഓഫ് എസ്. ക്യാൻസൽ ചെയ്താൽ 1. ടോട്ടൽ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 1 അറിയണം. നെക്സ്റ്റ് വെരി സിമ്പിൾ, പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ്. നൾ സെറ്റിന്റെ പ്രോബബിലിറ്റി എൻ ഓഫ് നൾ സെറ്റ് എന്താണ്? നൾ സെറ്റിൽ അംഗങ്ങളുടെ എണ്ണം 0. 0 ബൈ എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി 0. സോ പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് 0. നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ. ഇത് പഠിക്കാതെ പോകരുത്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി. ശരിയല്ലേ? എ ഓർ ബി എന്ന് പറഞ്ഞാൽ ദ ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി. കാണുന്ന ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പഠിക്കുക. എന്താണ്? നമ്മൾ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു കാർഡിനാലിറ്റിയുമായി ബന്ധപ്പെട്ട് എൻ ഓഫ് എ യൂണിയൻ ബി, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സെറ്റിന്റെ റിവിഷൻ കൂടെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് സമാനമായ ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഫോർമുല ഇപ്പൊ നിങ്ങൾ പറയും പി ഓഫ് എ ആൻഡ് ബി ദാറ്റ് ഈസ് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? വേറെ ഒന്നുമില്ല, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവനെ അങ്ങോട്ട് കൊണ്ടുവരിക. ഫോർമുല കിട്ടിയില്ലേ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എന്ത് വരും? എ യൂണിയൻ ബി. എ ഇന്റർസെക്ഷൻ ബി കാണാൻ പറഞ്ഞാൽ അവസാനം എ യൂണിയൻ ബി. എ യൂണിയൻ ബി കാണാൻ പറഞ്ഞാൽ അവസാനം എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി. നെക്സ്റ്റ് ഫോർമുല സിക്സ്ത് വൺ, പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി. എ ഉണ്ട്, ബി ഇല്ല. നൊട്ടേഷൻ എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എന്താണ്? പി ഓഫ് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ്, പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി കാണുന്ന ഫോർമുല അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല എന്താണ്? എ വേണം, ബി വേണ്ട. അത് തന്നെയാണ് പി ഓഫ് എ മൈനസ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വേണ്ട, മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഫോർമുല പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വൺ മോർ ഫോർമുല, സെവൻത് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ്, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. Probability of the event not A is denoted as P of A complement and is defined as P of A complement. A എന്ന ഇവന്റ് വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി that is P of not A, P of A complement equal to 1 minus P of A. വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, P of A ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയും അതിന്റെ കോംപ്ലിമെന്റിന്റെ ഇവന്റിന്റെ പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ പ്രോബബിലിറ്റി 1.
ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്താണ് ഈ ഫോർമുല എടുക്കുന്നത്. പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. വേണമെങ്കിൽ ഒരു ഫോർമുല കൂടെ പറയാം. ഏതാണ് നാലാമത്തെ പ്രോപ്പർട്ടിയുടെ? ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, then what is P of A union B? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ്. അപ്പോൾ ഇതെന്താ ഇപ്പം 0. അതായത് ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു ജസ്റ്റ് എന്തെഴുതിയാൽ മതി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഈ ഫോർമുല എപ്പോഴാണ് ബാധകമാകുന്നത്? ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. കൺഫ്യൂഷൻ ആക്കരുത്. എന്താണ്? ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ജസ്റ്റ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. 1, 2, 3 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ 4. ഇത്രയും റിസൾട്ടുകൾ നിർബന്ധമായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിനേഷന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. എഴുതിക്കോളൂ. P of A, probability of the event A equal to 1/3, probability of B equal to 1/5, probability of A intersection B equal to 1/15. Then find 1 probability of not A, second one probability of event A or event B, third one probability of event A and not B. ഇത്രയും കാര്യങ്ങൾ കാണണം. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ P of not A, probability of not A എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? P of A കോംപ്ലിമെന്റ്, എയിലില്ല, which is equal to എന്താണ് ഫോർമുല? 1 മൈനസ് P of A. അറിയണം which is equal to 1 മൈനസ് P of A. എന്താണ് P of A? 1/3. കഴിഞ്ഞില്ലേ? 3 മൈനസ് 1 that is 2/3. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. വെരി സിമ്പിൾ. നെക്സ്റ്റ് we have to find P of A or B, that is P of A union B is equal to എന്താണ് ഫോർമുല? P of A plus P of B minus P of A intersection B. Simplification is equal to P of A 1/3 plus P of B 1/5 minus P of A intersection B, that is 1/15 എന്ന് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആവും. ഇത് സിംപ്ലിഫൈ എന്നിട്ടും ഇവിടെ 5 വരും, ഇവിടെ 3, 5 + 3 8/15 എന്ന് കിട്ടും കേട്ടോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 വരും, 3 ഇവിടെ വരും. ആഡ് ചെയ്യുമ്പോൾ 8/15 മൈനസ് 1/15 ഈക്വൽ ടു 7/15 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ എങ്ങനെ വേണോ ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഫൈനലി വി ഹാവ് ടു ഫൈൻഡ് P of A and not B. ഈ നൊട്ടേഷൻസ് എല്ലാം നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈക്വൽ ടു P of A and എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് B എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. അങ്ങനെ മനസ്സിലാക്കുക. ശരിയല്ലേ? ഇതിന്റെ ഫോർമുല എന്താണ്? ഇപ്പൊ പഠിപ്പിച്ചു. പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താണ്? P of A, that is 1/3 മൈനസ് P of A ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 1/15 ഈക്വൽ ടു അല്ലേ? 15 LCM ആയിട്ട് എടുത്താൽ ഇവിടെ എന്ത് വരും? 15/5 5 - 1 4/15 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. LCM 15 എടുത്തു. ഇവിടെ 15/3 എന്ത് വരും? 5 മൈനസ് ഇവിടെ 15/5 - 1 that is 4/15 എന്ന് കിട്ടും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെയ്ത് പഠിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P of A equal to 0.5, P of B equal to 0.35, P of A union B equal to 0.7. Find first part probability of A and B, second one probability of A and not B, third one probability of neither A nor B. Very very important part, last one. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ P of A ഇന്റർസെക്ഷൻ ബി. നൊട്ടേഷൻ ഒക്കെ പഠിപ്പിച്ചു. എ എഴുതി, അടുത്ത ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ബി അതുപോലെ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? P of A പ്ലസ് P of B മൈനസ് P of A യൂണിയൻ B അറിയണം. ഈക്വൽ ടു എന്താണ്? P of A എല്ലാം തന്നിട്ടുണ്ട്. 0.5 പ്ലസ് P of B 0.35 മൈനസ് P of A യൂണിയൻ B, that is 0.7 ഈക്വൽ ടു എന്ത് കിട്ടും? വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്ററിന് ആവശ്യമില്ല. 0.5 എന്ന് പറഞ്ഞാൽ 50, 50 35 കൂട്ടിയാൽ 85, 85 നിന്ന് 70 കുറച്ചാൽ 15, 15 രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക 0.15. വളരെ സിമ്പിൾ അല്ലേ? ആദ്യം 2 ഡെസിമൽ അഡ്ജസ്റ്റ് ചെയ്ത് 50, ഇത് 35, 50 35 85, 85 നിന്ന് 70 കുറച്ചാൽ 15, രണ്ട് സ്ഥാനം മാറ്റി കുത്തിടുക. കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി, പേടിക്കണ്ട. ഓക്കെ, സോ കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് P of A and not B, that is P of
എ ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്, ഈക്വൽ ടു എന്താണ് ഫോർമുല? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പറഞ്ഞോ, പി ഓഫ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതാണ് ഇപ്പൊ കിട്ടിയത് 0.15. എന്താണ് എളുപ്പവഴി? 0.5 മീൻസ് 50. 50-ൽ നിന്ന് 15 കുറച്ചാൽ 35, 2 സ്ഥാനം മാറ്റി കുത്തിടുക 0.35, വിച്ച് ഈസ് ദ ആൻസർ. ശരിയല്ലേ? ഫൈനലി ലാസ്റ്റ് വൺ, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ ഇങ്ങനെയും ചോദിക്കാം, നെയ്തർ എ നോർ ബി, എയിലുമില്ല ആൻഡ് ബിയിലുമില്ല, നോട്ട് എ ആൻഡ് നോട്ട് ബി, രണ്ടും ഒന്ന് തന്നെയാണ്, ഇത് തന്നെയാണ് അത്, ഇവൻ തന്നെയാണ് അവൻ, അവൻ താൻ ഇവൻ എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് നോട്ട് എ, നൊട്ടേഷൻ എന്താണ്? എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി കോംപ്ലിമെന്റ്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഡി മോർഗൻസ് ലോ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിപ്പിച്ചു. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ നമ്മൾ ഹോൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ ഈ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആകും, ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ, നിങ്ങൾക്കറിയാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഓർമ്മയുണ്ടോ? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ഡി മോർഗൻസ് ലോ. Again, which is equal to, നിങ്ങൾക്കറിയാം പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക, 1 മൈനസ് പി ഓഫ് എ. ശരിയല്ലേ? പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക, പി ഓഫ് എ യൂണിയൻ ബി. സിമ്പിൾ അല്ലേ? പി ഓഫ് എ കോംപ്ലിമെന്റ് 1 മൈനസ് P of A. അപ്പോൾ P of A union B the whole complement 1 minus P of A union B equal to 1 minus P of A union B. Probability of A union B 0.7 is equal to 100-ൽ നിന്ന് 70 കുറച്ചാൽ 30, 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 0.30, ജസ്റ്റ് 0.3 എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. 1 മൈനസ് 0.7 ജസ്റ്റ് 0.3 എന്ന് പറയത്തില്ലേ? കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ P of A equal to 0.35, P of A union B 0.6, probability of A intersection B 0.25. We have to find first one probability of B, second one probability of not B, third one probability of not A or not B. Very simple 3 questions. First one probability of B കാണണം. നമുക്ക് എന്തൊക്കെ അറിയാം? P of A അറിയാം, A union B അറിയാം, A intersection B അറിയാം. P of B ഈക്വൽ ടു എന്നൊരു ഫോർമുല പ്രത്യേകിച്ചില്ല, പകരം നമുക്ക് അറിയാവുന്ന ഡേറ്റാസ് യൂസ് ചെയ്ത് ആ P of B കാണാം. വി ഹാവ് P of A യൂണിയൻ B ഈക്വൽ ടു എന്താണ് ഫോർമുല? P of A പ്ലസ് P of B മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശരിയല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല, അറിയാവുന്ന വാല്യൂസ് കൊടുക്കുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണ്? 0.6 ഈക്വൽ ടു പി ഓഫ് എ എന്താണ്? 0.35 പ്ലസ് പി ഓഫ് ബി നമുക്ക് കാണേണ്ടത് അത് അതുപോലെ എഴുതുക, മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദാറ്റ് ഈസ് എന്താണ്? 0.25. എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. പരിപാടി കഴിഞ്ഞില്ലേ? ഒപ്പം 0.6 ഇവിടെ ഉണ്ട്, ഇത് 0.35 മൈനസ് 0.25 എന്ത് കിട്ടും? 35 25 കുറച്ചാൽ 10, 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 0.10. ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 0.1 എന്ന് കിട്ടും, അല്ലെങ്കിൽ 10 എന്ന് എഴുതിക്കോ, ഈക്വൽ ടു പി ഓഫ് ബി. ആൻസർ ആയില്ലേ? therefore P of B equal to 0.6 നിന്ന് 0.1 കുറച്ചാൽ എന്ത് കിട്ടും? 0.5. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 60 നിന്ന് 10 കുറച്ച് 50 എന്ത് വേണം ഉപയോഗിക്കാം. ഓക്കെ, വെരി സിമ്പിൾ. P of B എന്ത് കിട്ടി? 0.5. നെക്സ്റ്റ് രണ്ടാമത്തത് എന്താണ്? P of നോട്ട് ബി എന്ന് പറഞ്ഞാൽ P of B കോംപ്ലിമെന്റ് is equal to എന്താണ് ഫോർമുല? 1 മൈനസ് P of B is equal to 1 മൈനസ് 0.5. വെരി സിമ്പിൾ. എന്ത് തന്നെയാണ്? 0.5. കഴിഞ്ഞില്ലേ? ലാസ്റ്റ് പാർട്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ സമാനമായ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി എന്താണ്? മാത്തമെറ്റിക്കൽ നൊട്ടേഷൻ. P ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ഓ എന്ന് പറഞ്ഞാൽ യൂണിയൻ, നെക്സ്റ്റ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. ഈക്വൽ ടു ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് കോംപ്ലിമെന്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു, ഹോൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ യൂണിയൻ ആണെങ്കിൽ ഇന്റർസെക്ഷൻ ആക്കണം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഡി മോർഗൻസ് ലോ. ശരിയല്ലേ? ഈക്വൽ ടു കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു കോംപ്ലിമെന്റ് കളയാൻ 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതിയാൽ മതി, എ ഇന്റർസെക്ഷൻ ബി. എന്തുകൊണ്ട്? പി ഓഫ് എ കോംപ്ലിമെന്റ് ആണെങ്കിൽ 1 മൈനസ് പി ഓഫ് എ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണെങ്കിൽ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, 1 മൈനസ്
പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.25 ഈക്വൽ ടു എന്ത് കിട്ടും? 0.75 എന്ന് കിട്ടും. ശരിയല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേർഡ് പ്രോബ്ലവുമായിട്ട് നമ്മൾ വരും. ഉറപ്പായിട്ട് എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.